ദുരന്തർ ദ റിവെഞ്ച് ഈ ഹിന്ദി സിനിമയെക്കുറിച്ച് വളരെയധികം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ബിജെപിയുടെ പ്രൊപ്പഗാൻഡയാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ വെള്ളകൂശാനുള്ള ശ്രമമാണെന്നുമാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഒരു പരിധിവരെ ഈ അഭിപ്രായങ്ങൾ ശരിയാണ്. 2014 ശേഷം വന്ന മോഡി ഗവൺമെന്റിനെ വളരെയധികം പോസിറ്റീവായി കാണിക്കാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പോരായ്മ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ആക്ഷൻ സിനിമയാണ് ദുരന്തർ ദ റിവെഞ്ച്. ആദ്യ സിനിമ തുടക്കമിട്ട കഥയ്ക്ക് നല്ലൊരു കൺക്ലൂഷൻ നൽകാൻ ഈ സിനിമയ്ക്കായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ആദ്യ സിനിമയുടെ അത്ര ഉയരാനായിട്ടില്ലെങ്കിലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണിത്. പല സീനുകളിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു പോരായ്മയായി തോന്നിയിട്ടുണ്ട്. ആദ്യ സിനിമയിൽ അക്ഷയ് ഖന്ന ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ മിസ്സിംഗ് ആണ്. മികച്ച ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ അഭാവം ഈ സിനിമയിൽ അനുഭവപ്പെടുന്നു. രൺവീർ സിംഗിന്റെ പ്രകടനം എടുത്തുപറയേണ്ടതാണ്. ഫ്ലാഷ്ബാക്ക് രംഗങ്ങൾ തൊട്ടുള്ള ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നും നേടുമ്പോഴും സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്ന നായക കഥാപാത്രമാണ് ഈ സിനിമയുടെ ഇമോഷണൽ കോർ. 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ അവസാന ഭാഗങ്ങളിൽ കുറച്ച് ലാഗ് ഉള്ളതായി തോന്നിയിട്ടുണ്ട്. വളരെയധികം വയലന്റായ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. ഒരു മികച്ച ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് തന്നെയാണ് ദുരന്തർ ദ റിവെഞ്ച്. ആദ്യ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.